ചിക്കനും മീനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാറുണ്ട്, പക്ഷെ മട്ടന് ഫസ്റ്റ് ടൈം ആട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. പക്ഷെ സൂപ്പറായിട്ട് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ച അതിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രത്തില് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ സവാള അരച്ചിട്ട് അതിന്റെ നീര് മാത്രം എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലാട്ടോ നമ്മൾ ഈ മസാല മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഓവർനൈറ്റ് നമ്മൾ വെച്ചു. ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതില്. അടുത്ത മാരിനേഷൻ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആട്ടോ ചെയ്യുന്നത്. കുറച്ച് അറബിക് മസാല എടുത്തിട്ട് അതില് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത മട്ടന്റെ മീതെ ഒരു മാരിനേഷനും കൂടെ ചെയ്യണം. ഇനി അതിന്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ വെച്ചെടുത്തു. മാരിനേഷൻ ഉണ്ടാക്കലും തേക്കലൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇനിയുള്ളതാണ് സീന്. ഇതിൽ കാണിച്ച പോലെ തന്നെ കവർ ചെയ്യണം, കാരണം ഈ ഒരു ദമ്മിൽ കിടന്നിട്ട് വേണം ഈ മട്ടൻ കുക്കാവാൻ. അങ്ങനെ വെൽ പാക്ക് ചെയ്ത് 3 മണിക്കൂറാട്ടോ നമ്മളിത് ഗ്രില്ല് ചെയ്യുന്നത്. 1 മണിക്കൂർ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലും. ആവേശം മൂത്ത് ആരും ഇത് അതിന്റെ ഇടയ്ക്ക് തുറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് നെയ്യും ബട്ടറും കൂടെ ഇട്ട് കൊടുത്തു. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി നോറിന്റെ ചിക്കൻ സ്റ്റോക്ക് ആട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒമാനി മസാല ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ്, കാപ്സിക്കം ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ 4 ഗ്ലാസ് അരിക്ക് 5.25 ഗ്ലാസ് എന്നുള്ള അളവിലാണ് കേട്ടോ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി റൈസിന്റെ മീതെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആട്ടോ ഇത്. കടല ഉപ്പ് മാത്രം ഇട്ടിട്ടാട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് ഫ്ലേവർ കൊടുക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കായുടെയും അതുപോലെ പട്ടയുടെയും പൊടിയാണ്. അങ്ങനെ 3 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മട്ടൻ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിത് കുക്കാവോന്ന് നല്ല പേടിയുണ്ടായിരുന്നു, കരിഞ്ഞു പോവാന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട് കേട്ടോ ഒരു 3 മണിക്കൂർ. അടുത്തത് ഇതിന്റെ പ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ കുക്ക് ചെയ്ത റൈസ് സെർവ് ചെയ്തതിനു ശേഷം അതിന്റെ മീതയ്ക്ക് ഈ 2 മട്ടന്റെ പീസ് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ച കടലയും പിന്നെ റേസിൻസും കാഷ്യൂസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ സ്റ്റൈലില് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഈ ഒരു മട്ടന്റെ കൂടെ പ്ലെയിൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആട്ടോ ശരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മള് ഈ മട്ടൻ നന്നാവോ ഇല്ലേന്നുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് എന്തായാലും സക്സസ് ആയി. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാണ്. സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അറബിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മള് അറബിക് സ്റ്റൈൽ തന്നെയാണ് ഈ ഫുഡ് കഴിക്കുന്നതും. ഒരു പാത്രത്തില് എല്ലാവരും കൂടെ ഇരുന്നിട്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ശരിക്കും ഈ ഒരു റൈസിനും ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ